ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാർ ആണ്. യെസ്, നമ്മുടെ ഇന്ത്യ ആൻഡ് എക്കണോമിക് പ്ലാനിംഗ് എന്ന് പറയുന്ന ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതലായിട്ട് മക്കൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ഈ ചാപ്റ്റർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒന്ന് നോക്കേണ്ട ഭാഗം എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് എക്കണോമിക് പ്ലാനിംഗ് ഇൻ ഇന്ത്യ. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ 4 ലക്ഷ്യങ്ങളാണുള്ളത്. ഏതൊക്കെയാണ് മക്കളെ? ഇക്വിറ്റി തുല്യത, ഗ്രോത്ത് വളർച്ച, സെൽഫ് റിലയൻസ് സ്വയാശ്രയത്വം ആൻഡ് മോഡേണൈസേഷൻ ആധുനികവൽക്കരണം. അതിൽ ഈ 4 ഡീറ്റെയിലുകൾ പഠിച്ചിട്ട് പോകണം. അതിൽ ഏറ്റവും കൂടുതലായിട്ട് എക്സാമിനേഷന് വരാൻ സാധ്യതയുള്ളത് എന്ന് പറയുന്നത് ഒന്ന് ഇക്വിറ്റിയാണ്, തുല്യതയാണ്. രണ്ടാമത്തെ സെൽഫ് റിലയൻസ് അഥവാ സ്വയാശ്രയത്വമാണ്. ഗ്രോത്ത് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ വരില്ല എന്നല്ല. നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് എന്താണെന്നാലും ഈ 4 അങ്ങോട്ട് പഠിച്ചിട്ട് പോകുക. അതിലെന്ത് ചെയ്യണ്ട, ഒരു കോംപ്രമൈസ് ഒന്നും വരുത്തണ്ട. എന്തായാലും പഠിച്ചിട്ട് പോകണം. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ തുല്യത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബേസിക് നീഡ്, അടിസ്ഥാന സൗകര്യങ്ങൾ കിട്ടുന്നതിനാണ് ഇക്വിറ്റി എന്ന് പറയാൻ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കിട്ടണം. അതുപോലെ തന്നെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വളർച്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്കണോമിക് ഏരിയയിൽ പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി, പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലെ വളർച്ച കൊണ്ടുവരിക്കുന്നതിനാണ് ഗ്രോത്ത് എന്ന് പറയാം, വളർച്ച എന്ന് പറഞ്ഞാൽ. സെൽഫ് റിലയൻസ് പറഞ്ഞാൽ സ്വയാശ്രയത്വം എന്ന് പറയുന്നത് മറ്റുള്ള ഒരു രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി ഉണ്ടാവുന്നതാണ് സെൽഫ് റിലയൻസ് സ്വയാശ്രയത്വം എന്ന് പറയുന്നത്. മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ ടെക്നോളജികൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ എല്ലാ സെക്ടറുകളിലും ഉപയോഗിക്കുന്നതിനാണ് മോഡേണൈസേഷൻ, ആധുനികവൽക്കരണം എന്ന് പറയുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യണം, മക്കൾ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ചോദ്യമാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. നീതി ആയോഗിന്റെ ഫുൾ എന്താണ് മക്കളെ? നീതി എന്ന് പറയുന്നത് എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്ന് പറയുന്നതാണ്. അത് ശരിക്കും പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ അഥവാ നമ്മൾ PCI പറയുന്നുണ്ടല്ലോ, പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ രൂപീകരിച്ച വർഷം അതിന്റെ കൂടെ തന്നെ പഠിച്ചു വെച്ചോ. പ്ലാനിംഗ് കമ്മീഷൻ PCI അഥവാ പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ രൂപീകരിച്ചത് 1950 അല്ലെ, 1950 ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു എന്ത് വന്നത്? 5-year പ്ലാൻ അഥവാ പഞ്ചവത്സര പദ്ധതി വന്നത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി നടന്ന വർഷം 1951 മുതൽ 56 വരെ കേട്ടോ. ഇതിന്റെ കൂടെ തന്നെ ഓർത്തു വെക്കാം. അപ്പൊ അതിനുശേഷമാണ് നമ്മുടെ നീതി ആയോഗ് വരുന്നത്. നീതി ആയോഗ് വരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് എന്റെ മക്കളുടെ മനസ്സിൽ ഓർമ്മയിൽ വേണ്ടതാണ്. January 1st, 2015. ജനുവരി 1-ാം തീയതിയാണ് 2015 ജനുവരി 1-ാം തീയതിയാണ് വന്നത്. നീതി ആയോഗിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ അഥവാ പ്രധാനമന്ത്രിയാണ്. പ്രൈം മിനിസ്റ്റർ അഥവാ പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കോ. കൂടാതെ ഇവിടെ പഠിക്കേണ്ട മറ്റൊന്നാണ് വാട്ട് ആർ ദ എയിംസ് ഓഫ് നീതി ആയോഗ്. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയെന്നുള്ളത്. നീതി ആയോഗിന്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗവൺമെന്റ് പാർട്ടിസിപ്പേഷൻ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നിന്നും സർവീസ് സെക്ടറുകളിൽ നിന്നും കുറക്കുക എന്നുള്ളതാണ്. ടു ബ്രിങ് ഡൗൺ ദ ഗവൺമെന്റ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഇൻഡസ്ട്രിയൽ ആൻഡ് സർവീസ് സെക്ടർ. വ്യാവസായിക സേവന മേഖലകളിൽ നിന്ന് സർക്കാരിന്റെ പങ്കാളിത്തം കുറക്കുക. ടു ഇംപ്രൂവ് ദ അഗ്രികൾച്ചർ. അതേസമയം തന്നെ ഏത് സെക്ടറിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യണം? അഗ്രികൾച്ചർ സെക്ടർ, കാർഷിക മേഖലയെ ഫോക്കസ് ചെയ്യണം. എങ്ങനെ? മിക്സ്ഡ് ഫാമിങ്ങിലൂടെ, മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ കാർഷിക മേഖലയുടെ പുരോഗതിയിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ നമ്മളെ ഡൊമിനന്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതലുള്ള മധ്യവർഗം, മിഡിൽ ക്ലാസ്സിനെ യൂസ് ചെയ്തുകൊണ്ട് സസ്റ്റൈനബിൾ എക്കണോമിക് ഗ്രോത്ത് കൊണ്ടുവരിക. പ്രബല മധ്യവർഗത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സുസ്ഥിര സാമ്പത്തിക വളർച്ച കൈവരിക്കുക. കൂടാതെ തന്നെ ടു മേക്ക് യൂസ് ഓഫ് ദ സർവീസസ് ഓഫ് നോൺ റെസിഡന്റ് ഇന്ത്യൻസ്. ഇന്ത്യക്കാരായിട്ടുള്ള, ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്ന NRIകൾ ഉണ്ടല്ലോ, നോൺ റെസിഡൻസ്, അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എക്കണോമിക് ആൻഡ് ടെക്നോളജിക്കൽ ഗ്രോത്ത് കൊണ്ടുവരിക. സാമ്പത്തികവും അതുപോലെ തന്നെ സാങ്കേതികവുമായിട്ടുള്ള ഗ്രോത്ത് എന്ത് ചെയ്യണം? കൊണ്ടുവരണം. കൂടാതെ തന്നെ അടുത്തെന്ന് പറയുന്നത് അതാണ് പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാങ്കേതിക സാമ്പത്തിക വളർച്ചയ്ക്ക് എന്ത് ചെയ്യുക? സംയുക്തമാക്കുക. ടു കൺവേർട്ട് ദ സിറ്റീസ്, നമ്മുടെ നഗരങ്ങളെ കൺവേർട്ട് ചെയ്യണം. ടു സെക്യൂർ ലിവിംഗ് പ്ലേസസ്, നല്ല സുരക്ഷിതമായ സ്ഥലങ്ങളാക്കിയിട്ട്, ജീവിക്കാൻ സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളാക്കിയിട്ട്. എങ്ങനെ? യൂസിങ് മോഡേൺ ടെക്നോളജി, ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തോടു കൂടെ. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ഏറ്റവും അവസാനത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ടു എക്വിപ്പ് ദ നാഷൻ ടു ഫേസ് ഗ്ലോബൽ ട്രാൻസ്ഫോർമേഷൻ ഇൻ ആൻഡ് മാർക്കറ്റ് ഫോഴ്സസ്. ആഗോള മാറ്റങ്ങൾ, അന്താരാഷ്ട്ര തലത്തിലുണ്ടാകുന്ന ആഗോള മാറ്റങ്ങളെയും അതുപോലെ തന്നെ വിപണി ശക്തികളെയും ഇടപെടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. ഒരു വിദേശ ശക്തി ഇവിടെ വന്നു എന്ന് കരുതിയിട്ട് നമ്മുടെ സമ്പത്ത് നഷ്ടമാക്കി പോകരുത്, അതിന് വേണ്ടി നമ്മളെ പ്രാപ്തമാക്കുക. സോ ഇത് കൃത്യമായിട്ട് എന്തെങ്കിലും പഠിച്ചു വെക്കണം. ഒന്ന് നീതി ആയോഗ് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്ത്യൻ എക്കണോമിക് പ്ലാനിംഗ്, സാമ്പത്തിക ആസൂത്രണ ലക്ഷ്യങ്ങളും. ഈ 2 ഈ ചാപ്റ്റർ ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതാണ്. ഒരു കാരണവശാലും മറന്നു പോകാൻ പാടില്ലാത്തതാണ്.